പോയി. അങ്ങനെ കണ്ടക്ടറിനെ പറ്റിച്ച് സീറ്റ് കയറ്റി ലാഭിച്ച് പൊക്കരി കിടക്കട്ടെ. സ്കൂളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, അവന്മാർ മുണ്ടിപ്പിക്കും. അപ്പൊ എന്തോ വാങ്ങുന്നേ? ഹായ്, രാമുവേട്ടന്റെ പെട്ടിക്കട. ചേടാ, ഇന്ന് പിള്ളാരെ ഒന്നും കാണുന്നില്ലല്ലോ. ആ വേണ്ട ഒരുത്തം വരുന്നു. ഞാനിപ്പോ ഇവിടുന്ന് 5 രൂപയ്ക്ക് എന്തോന്നു വാങ്ങും? എല്ലാത്തിനും അങ്ങ് വില കൂടിയല്ലോ. ശരിയാ മോനെ, രണ്ടാളും കൂടെ ചേർന്നിട്ടെ എല്ലാ സാധനത്തിനും അങ്ങ് വില കൂട്ടി. എന്തോ ചെയ്യാനാ, ഇപ്പൊ എല്ലാ സാധനത്തിനും തീ വിലയാ. ഇവിടെ എത്രയൊക്കെ സാമാനത്തിന് വില കൂടിയാലും വില കൂടാത്ത ഒരു സാമാനം ഉണ്ട്. യെസ്, ഇറ്റ്സ് മീ, ബൂമർ. അരിയുണ്ട വേണ്ട, തേമുട്ടായി വേണ്ട, നാരങ്ങ മുട്ടായി വേണ്ട, തുപ്പുരം മുട്ടായി വേണ്ട. ഹായ് ബൂമർ. ഇവിടെ പലരും ഇരുന്നും കിടന്നും പെടുത്തും നോക്കിയിട്ട് എന്റെ വില കൂട്ടാൻ പറ്റിയിട്ടില്ല. അതാണ് ബൂമർ. ചേട്ടാ 2 ബൂമർ. മോനെ ബൂമർ മാത്രം മതി, അരിയുണ്ടാ. ഓ ചേട്ടന്റെ അരിയുണ്ട വേണ്ട, പഴക്കമുള്ളതാ. പഴകും തോറും വീര്യം കൂടും മോനെ. അത് വീഞ്ഞ്, ഇത് ഓഞ്ഞു പോയി. മോനെ ആകെ ഒരു കുണുവല്ലേ ഉള്ളൂ, ആവശ്യത്തിനധികം മേടിച്ചോ മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ കിടക്കുമല്ലോ. ഓക്കെ രാമോണ്ണ, നെല്ലിക്കൊക്കെ മറ്റു ഉപ്പിലിട്ട് അല്ല പഴകിപ്പോ. ഓ ഇത്രയും വർഷമായിട്ട് വില കൂടാത്തൊരു സാധനം. ആ ഡോക്ടർ സാറേ വാ. ആ എന്തോണ്ട് താമു? സുഖം തന്നെ സാറേ. 10 പഴുക്കമില്ലേ വേണ്ട, എടുക്കാം. എന്തോ പറയാനാ, സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി ബബിൾക്കം തിന്നു തുടങ്ങിയതാ. ഇപ്പൊ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാതെ. സാറേ പിന്നെ ഓപ്പറേഷൻ ഒന്നും ഇല്ല സാറേ? അയ്യോ ഉണ്ട്, 4 എണ്ണോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ അജിലിക്ക് ചിക്ക ബൂമറാണിത്, അത് കണ്ണൻ ചിക്ക ബൂമറാണിത്. വാവ്. എന്റെ പൊന്നു മോനെ ഒന്ന് പതിയൊക്കെ പൊളിക്കണം. എന്തൊരു പൊളിയാണത്, എന്തൊരു ആക്രമണം അത് മോനെ. പതിയെ 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 പൊളിക്ക. അയ്യോ ബൂമർ മേടിക്കുമ്പോൾ ഏറ്റവും ടഫുള്ള കാര്യം ഇങ്ങനെ ഇതൊന്ന് പൊളിച്ചെടുക്കുന്നത്. ബൂമർ പൊട്ടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഈ 2 സൈഡും ആദ്യം മുറിച്ച് കളയുക. ഇങ്ങനെ ഇളക്കിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഈസി പൊളിച്ചെടുത്ത ശേഷം 2 കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വെക്കുക. എന്റെ പൊന്നു മോനെ ഓരോന്ന് കഴിക്കുക, ടേസ്റ്റ് അറിഞ്ഞറിഞ്ഞ് കഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ വട്ടത്തിൽ അങ്ങോട്ട് ചുരുട്ടുക. എടാ ഒടിച്ചു കുത്തിയാലോടെ അണ്ണാക്കിലോട്ട് വെക്കാൻ പോണം. എന്റെ ദൈവമേ. ഇത് എന്തൊരു ചവയത് മോനെ, പതിയെ ചവക്ക. എന്തൊരു ചവയാടാ ഇത്, പതിയെ ചവക്കടാ. വേദന എടുക്കുന്നു. പതിയെ. അയ്യോ, ബൂമറിന്റെ മധുരം ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒരു സെക്കൻഡ് 1000 വട്ടം മണക്ക് ചവച്ചിട്ട് മധുരം തീർന്നു പോയെന്ന്. എന്തൊരു ചവയാടാ മോനെ ഇത്, പതിയേക്ക് ചവച്ചുകൂടായോ? ഐഡിയ. അതെന്തോ ഐഡിയ? എടാ ഇതെന്തോ കയ്യിലിട്ട് ഉരുട്ടുന്നേ? അയ്യേ 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 മണ്ണ്, അയ്യേ മധുരം വന്ന്. എന്റെ പൊന്നു മോനെ, മധുരം തോന്നുന്നതാ. കയ്യിലിരിക്കുന്ന അഴുക്ക് മൊത്തം ഉണ്ടല്ലോ, ഉരുണ്ട് നിന്റെ അണ്ണാക്കി പോവാ. ഇവനോടൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാന്? അയ്യോ, വീണ്ടും മധുരം പോയല്ലോ. കുറച്ച് പഞ്ചാര ഇട്ട് ചവച്ചാലോ? പഞ്ചസാര ആക്കണ്ട, കുറച്ച് തേൻ ഒഴിച്ചാൽ കഴിക്ക്. പഞ്ചാര എടുത്തോണ്ട് വരാം. ഇവിടെ എന്തുവാടാ, 1 രൂപയുടെ ബബിൾക്കോ ഇല്ലൂടെ ഞാൻ ഇങ്ങോട്ട് പിടിപ്പിക്കാം എന്നെ. എന്റെ പൊന്ന് സാറെ, ചവച്ച് ചൂപ്പാട് വരുത്തി. ഇന്നെങ്കിലും വെറുതെ വിട്ടുകൂടായോ? അയ്യോ, എന്നെ ഇങ്ങനെ വീർപ്പിച്ച് കൊല്ലല്ലേ. ഞാനിപ്പോ പൊട്ടി. അടിപൊളി. അയ്യോ സമയമില്ല, 4 ഓപ്പറേഷനാ, പെട്ടെന്ന് പോട്ടെ. എടാ എനിക്കൊരു ബബിൾക്കം എന്താടാ വേണോ? അയ്യോ പരോപകാരിയാന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലാത്തവനും ബബിൾക്കൊക്കെ കൊടുക്കുന്നു. കുഴപ്പമില്ല, കൊടുത്തോ. അയ്യോ ഞാൻ വിചാരിച്ച പോലെ നെച്ചി. പട്ടിക്ക് ഞാൻ ഒരു പണി കൊടുക്കും. ഒന്നും പേടിക്കണ്ട കേട്ടോ, ഓപ്പറേഷന്റെ കാര്യം മൊത്തം ഞാൻ ഏറ്റു. നീ പേടിക്കുകയേ വേണ്ട. ഓൾ ദ ബെസ്റ്റ്. എന്തോ ഓപ്പറേഷൻ നടക്കുവാണല്ലോ. ഫുള്ളോ താങ്ക് യു സാറേ. അയ്യോ നിനക്കല്ല, നീ എന്നോടൊന്ന് പറഞ്ഞേര്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ ബബിൾക്കം വിഴുങ്ങിപ്പോയല്ലോ. കുഴപ്പമില്ല, 10 എണ്ണം അല്ലേ മേടിച്ച്, അടുത്ത പൊട്ടിക്കാം. ഡോ ആ സിസ്റ്ററിങ് എടുത്തേ. അങ്ങനെ വയറ് കീറി മുറിച്ചെടുത്തു. അല്ല നമ്മളിപ്പോ എന്തിനാ അങ്ങനെ കീറി മുറിച്ചത്? ഇവിടെ ഓപ്പറേഷൻ വന്ന ആളല്ലേ? അയ്യോ അങ്ങനെ ഷുഗർ ചെക്ക് ചെയ്യാൻ വന്നതാ. ഷുഗറോ? അയ്യോ ഇനിയിപ്പോ എന്തോ ചെയ്യും?
ആ മക്കളെ എല്ലാരും വന്നോ? സാറ് വരുന്നു. ഇവനൊരു പണി കിട്ടണം. ഒരു കാര്യം ചെയ്, എല്ലാരും പെട്ടെന്ന് ടെക്സ്റ്റ് എടുത്തേ. സാറേ നമ്മുടെ ക്ലാസ്സിൽ ചിലരെ ബബിൾക്കം തിന്നുന്നുണ്ട് കേട്ടോ. ഈശ്വര, പണി പാളിയല്ലോ. മറ്റവനെ ബബിൾക്കം ചോദിച്ചപ്പോ നീ കൊടുത്തോ? ഇല്ലല്ലോ, അനുഭവിക്കും. കെട്ടി വിട്ടാലോ? ചേട്ടാ ചേട്ടാ അയ്യോ ഞാനിതാ വരുന്നേ. ഇതെന്തോ കനാലോ? അയ്യോ 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 ബബിൾക്കം വൈറ്റി പോയി. കൊറേ പൈപ്പൊക്കെ ഉണ്ടല്ലോ. എന്തോ ചോരയോ? ഞാനിത് എവിടെയായിരുന്നു? നീ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു കൂട്ടില്ല, ഞാൻ കൈയിട്ട് എടുത്തോളാണ്. എന്തുവാ? ഓ കിഡ്നി കിഡ്നി ലിവർ കൊടല്. ചേട്ടാ ബബിൾക്കം എന്തി? ആരാണ് ബബിൾക്കം തിന്നുന്നേ? ആരാണ് ക്ലാസ്സിൽ ഇരുന്ന് ബബിൾക്കം തിന്നുന്നേ? ഇവിടെ കാര്യമില്ല സാറേ. അങ്ങനെ അവന്റെ അണ്ണാക്കിന്ന് ഞാൻ പോവാ. രക്ഷപ്പെട്ട്. എടോ എത്ര നോക്കിയിട്ടും ബബിൾക്കം കിട്ടുന്നില്ലടോ. ഇനിയിപ്പോ എന്താ ചെയ്യും സാറേ? ഒരു കാര്യം ചെയ്യും, തുന്നിക്കെട്ട്. അയ്യോ സാറേ, അപ്പൊ ബബിൾക്കോ? അത് കുഴപ്പമില്ലടോ, വയറ്റി ബബിൾക്കം ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ നമുക്ക് ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്യാം. നീ കുറച്ച് അകത്ത് വിശ്രമം എടുക്കുക. രക്ഷപ്പെട്ട. അവന്റെ അണ്ണാക്കിന്ന് രക്ഷപ്പെട്ടല്ലോ. യോ ഞാനിത് എവിടാ? എന്തുവാ? എന്റെ ഫാക്ടറിയോ? എന്റെ കൂടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ തിരിച്ച് ഫാക്ടറി വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇനി സാറ് പോയിട്ട് കീഴിന്ന് എടുക്കാം. ഇവിടുന്ന് തന്നെ വീണ്ടും എടുക്കാനോ? വീണ്ടും അവന്റെ വായിലോട്ടോ? എനിക്ക് വയ്യ.